BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. തൃപ്പൂണിത്തുറയിൽ കിടപ്പിലായ പിതാവിനെ മകൻ വാടക വീട്ടിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറോടും എറണാകുളം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മകനെതിരെ നടപടി സ്വീകരിക്കാൻ മെയിന്റനൻസ് ട്രിബ്യൂണൽ പ്രിസൈഡിംഗ് ഓഫീസറായ ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സംഭവം മനസ്സിനെ ഞെട്ടിക്കുന്നതെന്നും വയോധികന്റെ സംരക്ഷണം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഷൺമുഖന്റെ ചികിത്സയും പരിചരണവും ഒരുക്കുമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 70 വയസ്സായ ഷൺമുഖൻ എന്ന വയോധികനാണ് വീടിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട് പട്ടിണി കിടക്കേണ്ട സാഹചര്യമുണ്ടായത്. രോഗിയായ പിതാവിനെ തനിച്ചാക്കി ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം ഷൺമുഖന്റെ മകൻ അജിത്ത് വാടക വീട് ഒഴിഞ്ഞുവെന്നായിരുന്നു വാർത്ത. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച നിയമപ്രകാരം മകനെതിരെ നടപടികൾ സ്വീകരിക്കാൻ മെയിന്റനൻസ് ട്രിബ്യൂണൽ പ്രിസൈഡിംഗ് ഓഫീസറായ ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ജലസ്രോതസ്സുകൾ പലതും പറ്റിയതോടെ അതിജീവനത്തിനായി ബുദ്ധിമുട്ടുകയാണ് പക്ഷിമൃഗാദികൾ. ചൂട് ദിനം പ്രതി വർദ്ധിക്കുന്നതിനിടെ നഗരത്തിലെ പക്ഷികളാണ് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നത്. മിണ്ടാപ്രാണികളോട് കരുണയുടെ കനിവ് പ്രകടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി ജീവന്റെ മൺകുടങ്ങൾ ലുലുവിൽ ഉയർന്നു. നഗരത്തിലെ നിരവധി പക്ഷികൾക്ക് അതിജീവനത്തിന്റെ ആശ്വാസത്തുള്ളികൾ ലഭിച്ചു. ഇടപ്പള്ളി ലുലു മാളിന്റെ ടെറസിലും ജനൽ തൂണുകളിലും പരിസരങ്ങളിലുമായി ജീവജലവുമായി നിരവധി മൺപാത്രങ്ങളാണ് ഉയർന്നത്. പാരിസ്ഥിതിക അവബോധത്തിന്റെ നേർസാക്ഷ്യമായി മാറിയ ശ്രീമൻ നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു കൊച്ചി ലുലു മാളിന്റെ മാതൃകാപരമായ ഈ പ്രവർത്തനം. നഗരത്തിന്റെ ചൂടിൽ വെന്തുരുകുന്ന നിരവധി പക്ഷികൾക്ക് കരുണയുടെ ജീവസ്പർശമായി ലുലു ഒരുക്കിയ മൺപാത്രങ്ങൾ. പക്ഷികൾക്കെല്ലാം വെള്ളം ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിൽ ജീവജലം ഉറപ്പാക്കേണ്ടത് മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണെന്ന സന്ദേശം കൂടി പങ്കുവച്ചായിരുന്നു മൺപാത്രങ്ങളിൽ ജീവജലം പകർന്നുവച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആതുര സേവനങ്ങളും ഏറ്റവും കൂടുതൽ നിർവഹിക്കുന്ന MA യൂസഫ് അലിയുടെ ലുലു മികച്ച പുണ്യപ്രവർത്തനമാണ് നടത്തിയതെന്നും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കാണുന്നുവെന്നും ശ്രീമൻ നാരായൺ പറഞ്ഞു. കുളിക്കാനായി കൊച്ചി പുതുവൈപ്പ് ബീച്ചിലിറങ്ങിയ യുവാവ് മരണപ്പെട്ടു. മരിച്ചത് കലൂർ സ്വദേശി അഭിഷേകാണ്. ഇയാളുടെ കൂടെയുണ്ടായിരുന്ന 3 പേരെ രക്ഷപ്പെടുത്തി. ഇവർ ആശുപത്രിയിലാണ്. ഇതിൽ 2 പേർ ഗുരുതരാവസ്ഥയിലാണ്. പുതുവൈപ്പ് ബീച്ചിൽ നഗരത്തിലെ 7 അംഗ സംഘം എത്തിയത് ഇന്ന് രാവിലെയാണ്. മറ്റുള്ളവർ അഭിഷേക് തിരയിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ ഇറങ്ങുകയും അപകടത്തിൽ പെടുകയുമായിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. നിരത്തുകളിൽ ഭീതി വിതച്ച തെരുവ് നായ്ക്കളുടെ വിളയാട്ടം. നിയന്ത്രണവും പ്രതിരോധ നടപടികളും കടലാസിലൊതുങ്ങുന്നു. കാൽനടക്കാർക്കും ഇരുചക്ര വാഹന യാത്രികർക്കും അടക്കം ഇവ ഭീഷണി സൃഷ്ടിക്കുകയാണ്. ആക്രമണമുണ്ടാകുമ്പോൾ മാത്രം ഉണരുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ തണുക്കുമ്പോൾ വീണ്ടും ഉറക്കത്തിലാവുകയാണെന്നാണ് പരാതി ഉയരുന്നത്. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായി. നഗരത്തിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളും ജില്ലയിലെ എല്ലാ KSRTC സ്വകാര്യ ബസ് സ്റ്റാൻഡുകളും നായ്ക്കളുടെ താവളമായിട്ട് നാളുകളായി. പ്രധാനപ്പെട്ട എല്ലാ പാലങ്ങളുടെയും അടിഭാഗങ്ങളും വിഹാര കേന്ദ്രങ്ങളാണ്. റോഡരികിൽ കൂട്ടത്തോടെ തമ്പടിക്കുന്ന ഇവ ഇരുചക്ര വാഹന യാത്രികർക്കും കാൽനടക്കാർക്കുമാണ് പ്രധാന വെല്ലുവിളി. രാത്രിയിൽ ഇരുചക്ര വാഹനങ്ങളുടെ പിന്നാലെ കുറിച്ചു പാഞ്ഞെടുക്കുന്ന നായ്ക്കൾ കുറുകെ ചാടുന്നതും പതിവാണ്. ഇതുമൂലം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എറണാകുളം നഗരത്തിലെ KSRTC സ്റ്റാൻഡ് പരിസരം, അംബേദ്കർ സ്റ്റേഡിയം, റെയിൽവേ സ്റ്റേഷനുകൾ, കടവന്ത്ര, വൈറ്റ്ല, ഹിൽ പാലസ്, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ തിരുവാങ്കുളം മുതൽ വരിക്കോലി വരെയും, കാക്കനാട് ഇൻഫോ പാർക്ക് റോഡ്, ബ്രഹ്മപുരം, ആലുവ, ചൂർണിക്കര, കളമശ്ശേരി, മൂവാറ്റുപുഴ നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ തുടങ്ങി ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും തെരുവ് നായ് ശല്യം രൂക്ഷമാണ്. ഇതോടൊപ്പം കോഴികളടക്കമുള്ള വളർത്തുമൃഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും പതിവാണ്. 2 ആഴ്ചക്കിടെ എറണാകുളം ജില്ലയിൽ നായയുടെ കടിയേറ്റത് 40ഓളം പേർക്കാണ്. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം ഒരേ നായ തന്നെ കടിച്ചത് 8 പേരെയാണ്. ആഴ്ചകൾക്ക് മുൻപ് ആലുവയിൽ കൂട്ടത്തോടെ ആളുകളെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. കാക്കനാട്, കളമശ്ശേരി, അങ്കമാലി, പിറവം, പറവൂർ മേഖലകളിൽ നിന്നെല്ലാം തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു.
നായ്ശല്യം രൂക്ഷമാകുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളും നിയന്ത്രണവും ബലം കാണുന്നില്ലെന്ന ആക്ഷേപവും വ്യാപകമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെതടക്കം നിലവിൽ 3 ABC കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവിടങ്ങളിലെത്തുന്ന കേസുകൾ മാത്രമാണ് ഇവർ നോക്കുന്നത്. അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടിച്ച് ഇവിടെ എത്തിക്കാനോ വന്ധീകരണം നടത്താനോ തദ്ദേശ സ്ഥാപനങ്ങളടക്കം കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല. നായ്ക്കൾ തമ്പടിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിലും വീഴ്ച സംഭവിക്കുകയാണ്. ശക്തമായ മിന്നലിലും കാറ്റിലും മൂവാറ്റുപുഴ മേഖലയിൽ വ്യാപക നാശം. കാറ്റിൽ മരം വീട് തകർന്നു. മിന്നലേറ്റ കൂറ്റൻ തേക്ക് ചിതറിത്തെറിച്ചു. പൈപ്ര ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ ഈസ്റ്റ് വാഴപ്പള്ളി നിരപ്പിൽ കിഴക്കേ കടവിന് സമീപം മാത്രാശ്ശേരി ഗോപിനാഥൻ നായരുടെ പുരയിടത്തിൽ നിന്ന് 80 ഇഞ്ച് വണ്ണമുള്ള തേക്കാണ് മിന്നലിൽ ചിതറിത്തെറിച്ചത്. സമീപത്തെ വീടുകളിലടക്കം ചിതറിയ കഷ്ണങ്ങൾ വീണെങ്കിലും സമീപങ്ങളിൽ ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മൂവാറ്റുപുഴ നഗരസഭയിലെ ഉറവക്കുഴിയിൽ മിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. ഉറവക്കുഴി കവലയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ തെങ്ങാണ് കത്തിയത്. തീ ആളിപ്പടർന്നെങ്കിലും ശക്തമായ മഴയിൽ തീ അണഞ്ഞു. വാളകം പഞ്ചായത്ത് മേക്കടമ്പ് 10-ാം വാർഡിൽ നെല്ലിപ്പിള്ളിക്കുടിയിൽ NM പൗലോസിന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് പൂർണ്ണമായും തകർന്നു. കനത്ത മഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂരയിലേക്ക് മരം വീണ് ഭിത്തിയും തകർന്നു. മിന്നലിൽ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മൂവാറ്റുപുഴയിലും സമീപങ്ങളിലും ശനിയാഴ്ച വൈകിട്ട് 3:30 മഴയ്ക്കൊപ്പം ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.